ജനയുഗം ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. സമാധാനം എന്ന വാക്കിന്റെ ശോഭ തന്നെ കെടുത്തി നൊബേൽ പുരസ്കാര പ്രഖ്യാപനം. കടുത്ത അമേരിക്കൻ പക്ഷപാതിയും ഇസ്രയേൽ സയനിസ്റ്റ് സർക്കാരിന്റെ ഉറ്റ സുഹൃത്തുമായ മരിയ കുരീന മച്ചാഡോയ്ക്കാണ് ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. വർഷങ്ങളായി വെനസ്വേലയിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ ആഭ്യന്തരമായി ശ്രമിക്കുകയും അതിനായുള്ള US നീക്കങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മരിയ കുരീന മച്ചാഡോ. വെനസ്വേലയിലെ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെന്ന് നൊബേൽ കമ്മിറ്റി മച്ചാഡോയെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ നവലിബറലിസത്തിലെ വെനസ്വേലയിലെ ഏറ്റവും പ്രബലയായ നേതാവാണ് മരിയ കുരീന മച്ചാഡോ. അവരുടെ ഈ സ്ഥാനത്തേക്കുള്ള ഉയർച്ചയിൽ US എപ്പോഴും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ബുഷ്, ട്രംപ്, ബൈഡൻ ഭരണകൂടങ്ങളെല്ലാം അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇവരെ പിന്തുണച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലെ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയും ഇവർക്ക് യഥേഷ്ടം ലഭിക്കുന്നു. 1967 ഒക്ടോബർ 7 കാരാക്കസിലാണ് മരിയ ജനിച്ചത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ധനകാര്യത്തിൽ മാസ്റ്റർ ബിരുദവും നേടിയിട്ടുണ്ട്. 2002 സുമദെ എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ടാണ് മച്ചാഡോ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. 2013 അവർ സ്ഥാപിച്ച ലിബറൽ രാഷ്ട്രീയ പാർട്ടിയായ വെൻഡെ വെനസ്വേലയുടെ ദേശീയ കോർഡിനേറ്ററായി. ഹ്യൂഗോ ഷാവേസ്, നിക്കോളാസ് മഡുറോ ഭരണകൂടങ്ങളുടെ ശക്തമായ വിമർശകയായി മാറിയ മരിയ പാശ്ചാത്യ മാധ്യമങ്ങളിൽ തിളങ്ങി നിന്നു. 2011 ദേശീയ അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മരിയ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ടു. തുടർന്ന് ക്രിമിനൽ അന്വേഷണങ്ങൾ നേരിടേണ്ടതായി വന്നു. 2023 സുപ്രീം ട്രിബ്യൂണൽ ഓഫ് ജസ്റ്റിസ് മച്ചാഡോയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. 2012 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രൈമറികളിൽ മരിയയ്ക്ക് 4% താഴെ വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ 2023 പ്രൈമറിയിൽ 92% വോട്ട് നേടുന്ന അനിഷേധ്യയായി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ താൽപര്യങ്ങളാണ്. രാഷ്ട്രീയമായി വെനസ്വേലൻ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കാൻ മച്ചാഡോയ്ക്ക് സാധിച്ചുവെന്ന വിലയിരുത്തൽ നൊബേൽ പുരസ്കാര നിർണയ സമിതി നടത്തി. അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ അടക്കി ഭരിക്കുന്ന നയമാണ് മച്ചാഡോ പിന്തുടരുന്നതെന്നും ശ്രദ്ധേയം. USന്റെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും പിന്തുണയോടെ അവർ ഉയർന്നപ്പോൾ പാർട്ടിയിലെ മധ്യ വലതുപക്ഷ നേതാക്കൾ കീഴടങ്ങി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകാതെ വന്നപ്പോൾ മുൻ നയതന്ത്രജ്ഞനായ എഡ്മുണ്ടോ ഗോൺസാലസ് ഉറുട്ടിയയെ പിൻഗാമിയായി മരിയ പ്രഖ്യാപിച്ചു. ഇതിനെല്ലാം അവസാന വാക്ക് മച്ചാഡോയുടേതായിരുന്നു. USനെ അനുകൂലിക്കുന്നതിനൊപ്പം റഷ്യ, ചൈന, ഇറാൻ എന്നിവയുൾപ്പെടെയുള്ള അവരുടെ എതിരാളികളോട് മച്ചാഡോയുടെ ശത്രുതയും പരസ്യമാണ്. ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയെ അവർ പരസ്യമായി പിന്തുണച്ചിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്ന് വെനസ്വേലയിൽ സൈനിക ഇടപെടൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലയ്ക്കെതിരെ USഉം യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ അവർ പിന്തുണച്ചു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കണമെന്നും സോഷ്യലിസത്തിന് പകരം ജനകീയ മുതലാളിത്തം സ്വീകരിക്കണമെന്നും മച്ചാഡോ ആവശ്യപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്ന സംഘടിതമായ ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നതാണ്. ട്രംപ് തന്നെ ഇത്തരത്തിലുള്ള പ്രചരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചില്ല. എങ്കിലും വെനസ്വേലയിൽ തന്റെ ഇംഗിതങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന മരിയയ്ക്ക് അത് ലഭിച്ചതിലൂടെ ട്രംപിന് പുരസ്കാരം ലഭിച്ചതിന് സമാനമാകുന്നു. ലോകസമാധാനത്തിന് എക്കാലവും ഭീഷണിയായ US സാമ്രാജ്യത്വവും സയനിസ്റ്റ് വംശഹത്യാ സംഘവും അംഗീകരിക്കപ്പെടുകയാണ് മരിയയുടെ പുരസ്കാര നേട്ടത്തിലൂടെ. ലോകം പോയ വാരത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.